ദൈവനാമത്തിൽ വന്ദനം. ഹിന്ദു മതത്തെക്കുറിച്ചാണ് നാം ഇന്ന് പഠിക്കുന്നത്. ഹിന്ദു മതം എന്ന വാക്ക്, അല്ലെ ഹിന്ദു എന്ന വാക്ക് ഏതു വിധത്തിലാണ് ഉണ്ടായത് എന്നാണ് ആദ്യമായി അറിയേണ്ടത്. സിന്ധു എന്ന വാക്കിൽ നിന്നാണ് ഹിന്ദു എന്ന വാക്കുണ്ടായത്. പേർഷ്യൻ ഭാഷയിൽ സ എന്ന അക്ഷരത്തിന് പകരമായി ഹ എന്ന അക്ഷരമാണ് സാധാരണ ഉപയോഗിക്കുക. അപ്പോൾ സിന്ധു നദിയെ ഹിന്ദു നദി എന്ന് വിളിക്കേണ്ടതായി വരുന്നു. സിന്ധു നദി ഒഴുകുന്ന ദേശം ഹിന്ദു ദേശം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. സിന്ധു ദേശത്ത് ഉള്ളവരുടെ മതത്തെ ഹിന്ദു മതം എന്ന് വിളിച്ചു. അതുപോലെ സിന്ധു ദേശത്ത് താമസിക്കുന്നവർ അവർ സിന്ധുക്കൾ, അതായത് ഹിന്ദുക്കൾ എന്ന പേരിലും അറിയാനിടയായി തീർന്നു. അങ്ങനെയാണ് ഹിന്ദു, ഹിന്ദുമതം, ഹിന്ദുക്കൾ തുടങ്ങിയതായ വാക്ക് ഉണ്ടായത്. ലോകത്തുള്ള പ്രധാന മതങ്ങൾക്കെല്ലാം സ്ഥാപകരുണ്ട്. ക്രിസ്തു മതത്തിന് കർത്താവായ യേശു ക്രിസ്തു, ഇസ്ലാം മതത്തിന് മുഹമ്മദ് നബി, ബുദ്ധമതത്തിന് ശ്രീബുദ്ധൻ, ജൈനമതത്തിന് വർത്തമാന മഹാവീരൻ, അങ്ങനെ പ്രധാന ലോക മതങ്ങൾക്കെല്ലാം സ്ഥാപകരുണ്ട്. എന്നാൽ ഹിന്ദു മതത്തിന് ഈ വിധത്തിൽ ഒരു സ്ഥാപകനില്ല. പലപ്പോഴും ഹിന്ദുക്കൾ അത് വലിയൊരു ശ്രേഷ്ഠതയായി എടുത്തു പറയാറുണ്ട്. അത് ശ്രേഷ്ഠതയാണെന്നോ അല്ലെന്നോ നാം വാദിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും ഹിന്ദുമതത്തിന് സ്ഥാപകനില്ല എന്നത് വസ്തുതയാണ്. എന്നാൽ എന്താണ് ഹിന്ദുമതം എന്ന് വ്യാഖ്യാനിക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ്. ക്രിസ്തുമതം എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ എളുപ്പമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവമായി അംഗീകരിക്കുക, യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുക, യേശുവിലൂടെ രക്ഷ പ്രാപിക്കുമെന്ന് വിശ്വസിക്കുക, ബൈബിളിനെ അംഗീകരിക്കുക, ഇതൊക്കെ ചെയ്യുന്നതായ ആൾക്കാരെയാണ് പൊതുവെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത്. അതുപോലെ അല്ലാതെ ദൈവമില്ല, മുഹമ്മദ് അള്ളാഹുവിന്റെ അവസാനത്തെ പ്രവാചകനാണ് എന്നൊക്കെ വിശ്വസിക്കുന്നവരെ മുസ്ലിങ്ങളായി നാം കണക്കാക്കുന്നു. ശ്രീബുദ്ധന്റെ പഠിപ്പിക്കലുകളിൽ വിശ്വസിക്കുന്നവരെ ബുദ്ധമതക്കാരായും വർത്തമാന മഹാവീരന്റെ സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുകയും അത് പിന്തുടരുകയും ചെയ്യുന്നവരെ ജൈനമതക്കാരായും നാം കണക്കാക്കുന്നു. എന്നാൽ ആരാണ് ഹിന്ദു? ഹിന്ദുക്കൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്? അതിനുത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവന് ഹിന്ദുവാകാം, 33 കോടി ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവർക്കും ഹിന്ദുവാകാം, ദൈവമേ ഇല്ല എന്ന് വിശ്വസിക്കുന്നവർക്കും ഹിന്ദുവാകാം. അതുപോലെ വേദങ്ങൾ മാത്രമാണ് പ്രമാണ ഗ്രന്ഥങ്ങളെന്ന് വിശ്വസിക്കുന്നവർക്ക് ഹിന്ദുവാകാം. വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും ഭഗവത്ഗീതയും എല്ലാം വിശ്വസിക്കുന്നവർക്കും ഹിന്ദുവാകാം. ഇവയൊന്നും തന്നെ പ്രമാണ ഗ്രന്ഥങ്ങളായി അംഗീകരിക്കാത്തവർക്കും ഹിന്ദുവാകാം. മരിച്ച ശേഷം സ്വർഗത്തിലോ നരകത്തിലോ പോകുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഹിന്ദുവാകാം. ജനന മരണങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ഹിന്ദുവാകാം. മോക്ഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഹിന്ദുവാകാം. മരണശേഷം ആത്മാവില്ലെന്നാരെങ്കിലും പറഞ്ഞാൽ അവർക്കും വേണമെങ്കിൽ ഹിന്ദുവാകാം. അങ്ങനെ പരസ്പര വിരുദ്ധങ്ങളായ വിശ്വാസങ്ങൾ, ഒരിക്കലും യോജിക്കാത്ത വിശ്വാസാചാരങ്ങൾ, ഇതൊക്കെയുള്ളവർക്കും ഹിന്ദുവാകാം. അതുകൊണ്ട് ഹിന്ദു മതത്തെ നമുക്ക് മറ്റു മതങ്ങൾ പോലെ കണക്കാക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് പറയാം, ഇന്ത്യയിൽ ഉത്ഭവിച്ച് വളർന്നതായ വിവിധങ്ങളായ മതവിശ്വാസങ്ങൾ, തത്വശാസ്ത്രങ്ങൾ, വിശ്വാസാചാരങ്ങൾ തുടങ്ങിയവയുടെയെല്ലാം ഒരു സങ്കരമാണ്, അല്ലെങ്കിൽ ആകെത്തുകയാണ് ഹിന്ദുമതം. അങ്ങനെ ഹിന്ദുമതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മതമല്ല, അനേക മതങ്ങളുടെ ഒരു സങ്കരമാണ്. പരസ്പര വിരുദ്ധങ്ങളായി പോലും നിലനിൽക്കുന്ന അനേക വിശ്വാസാചാരങ്ങളുടെ ഒരു സങ്കരമാണ് എന്ന് സാമാന്യമായി പറയാം. ഹിന്ദുമതം എങ്ങനെയാണ് ഉത്ഭവിച്ചത്? ഹിന്ദുമതത്തിന് എത്ര വർഷത്തെ പഴക്കമുണ്ട്? ഏകദേശം 3500 വർഷത്തെ പഴക്കം ഹിന്ദുമതത്തിനുണ്ട് എന്ന് സാമാന്യമായി പറയാം. പക്ഷേ 3500 വർഷം മുമ്പുണ്ടായിരുന്ന ഹിന്ദുമതവും ഇന്നത്തെ ഹിന്ദുമതവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നതും അംഗീകരിക്കണം. പ്രാരംഭത്തിൽ നാം കണ്ടു കഴിഞ്ഞതുപോലെ ഹിന്ദുമതം എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധങ്ങൾ പോലുമായിട്ടുള്ള വിശ്വാസങ്ങളുടെ ആകത്തുകയാണല്ലോ. അതുകൊണ്ട് 3500 വർഷം മുമ്പുണ്ടായിരുന്ന ഹിന്ദുമതവും ഇന്നത്തെ ഹിന്ദുമതവും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമല്ല. അതൊക്കെ തികച്ചും സ്വാഭാവികമായ കാര്യങ്ങൾ മാത്രമാണ്. എങ്ങനെയാണ് ഹിന്ദുമതം ഉത്ഭവിച്ചത്? ലോകമതങ്ങളെല്ലാം ഉത്ഭവിച്ചത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു കഴിഞ്ഞല്ലോ. അതിൽ നാം കണ്ടു കഴിഞ്ഞു, ബാബിലോണിൽ നിമ്രോദിന്റെ നേതൃത്വത്തിൽ സെമീറാമീസിന്റെ സഹായത്തോടെ ബാബേൽ ഗോപുരം പണിയുവാൻ ജനം തയ്യാറായി. ദൈവത്തിനെതിരായിട്ടുള്ള ഒരു മത്സരമായിരുന്നു അത്. എന്നാൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സാത്താന്യതന്ത്രം മനസ്സിലാക്കുവാൻ മനുഷ്യർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ സാത്താന്റെ പിടിയിലകപ്പെട്ടു. അങ്ങനെ കോട്ട പണിയുവാൻ തുടങ്ങി, ഗോപുരം പണിയുവാൻ തീരുമാനിച്ചു. എന്നാൽ മനുഷ്യവർഗം ഒന്നാകെ സാത്താന്റെ പിടിയിൽ അകപ്പെടുമെന്ന് മനസ്സിലാക്കിയ ദൈവം
അവരുടെ ആലോചന വ്യർത്ഥമാക്കി കളഞ്ഞു, അവരുടെ ഭാഷ കലക്കി കളഞ്ഞു. അങ്ങനെ അവർ ആ കോട്ട പണിയുന്നത് വിട്ടുകളഞ്ഞു. ഭൂമിയുടെ പല ഭാഗങ്ങളിലായി ചിതറിപ്പോയി. ഭാഷ അന്യോന്യം മനസ്സിലാക്കാത്തത് കൊണ്ട് ഒന്നിച്ച് താമസിക്കുക എന്നത് അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായി തീരുകയും ചെയ്തു. എന്നാൽ ഇതിനൊക്കെയും നേതൃത്വം കൊടുത്തതായ നിമ്രോദിനെ ശേത്ത് കൊല്ലുകയും കുറച്ചു കാലത്തേക്കെങ്കിലും ദൈവത്തിനെതിരായിട്ടുള്ള മത്സരത്തിന് ഒരറുതി വരികയും ചെയ്തു. എന്നാൽ കാലക്രമത്തിൽ ജനങ്ങളുടെ ഭയമൊക്കെ അല്പമൊന്ന് മാറിയപ്പോൾ ഈ നിമ്രോദിന്റെ ഭാര്യയായിരുന്ന സെമീറാമിസ് അവൾ ദുർമാർഗിയായി നടന്ന് ഗർഭം ധരിച്ചൊരു ശിശുവിനെ പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു, മരിച്ചുപോയ നിമ്രോദ് എന്നിലൂടെ വീണ്ടും ജനിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എന്നിൽ വിശ്വസിക്കണം, ഈ കുട്ടിയിൽ വിശ്വസിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നിത്യരക്ഷ പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. കാരണം ലോകത്തെ രക്ഷിക്കുവാനായി ദൈവം അയച്ച രക്ഷകനായിരുന്നു എന്റെ ഭർത്താവ്. അദ്ദേഹം മരിച്ചു, ഇതാ വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, വീണ്ടും ജനിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചു. കേട്ടവർ പലരും വിശ്വസിച്ചു. അങ്ങനെ ആ മതം അവിടെ വളർന്ന് വികസിക്കുവാനിടയായി. ഈ തരത്തിലുള്ള ഒരു വിശ്വാസവുമായിട്ടാണ് ബാബിലോണിൽ നിന്നും ജനങ്ങൾ പിരിഞ്ഞുപോയത്. അങ്ങനെയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ഒരു പുരുഷ ദൈവത്തെയും സ്ത്രീ ദൈവത്തെയും ആരാധിക്കുന്ന വിധത്തിൽ അന്യദൈവാരാധനയുണ്ടായത്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞതുപോലെ ജപ്പാനിലും തെക്കേ അമേരിക്കയിലും ആഫ്രിക്കയിലും ചൈനയിലും ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഈ വിധത്തിൽ ഒരു പുരുഷ ദൈവത്തെയും ഒരു സ്ത്രീ ദൈവത്തെയും ആരാധിക്കുന്ന രീതിയുണ്ടായി. അങ്ങനെ വിഗ്രഹാരാധനയും അവിടെയുണ്ടായി. അബ്രഹാമിന്റെ തൊഴിൽ തന്നെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളതായിരുന്നു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. അബ്രഹാം ഉണ്ടാക്കി വിറ്റിരുന്നതായ ദൈവങ്ങൾ ഏതാണ്? ആ വിഗ്രഹങ്ങൾ ഏതാണ്? അത് നിമ്രോദും ഭാര്യയുമല്ലാതെ മറ്റാരുമല്ല. നിമ്രോദിന്റെ വിഗ്രഹങ്ങൾ, നിമ്രോദിന്റെ ഭാര്യയുടെ വിഗ്രഹങ്ങൾ, അതായത് ഒരു പുരുഷ ദൈവത്തിന്റെ വിഗ്രഹം, ഒരു സ്ത്രീ ദൈവത്തിന്റെ വിഗ്രഹം, അവരാണ് ഈ ലോകം സൃഷ്ടിച്ചത് എന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് സൃഷ്ടാവ് എന്ന നിലയ്ക്കാണ് അവരെ കണക്കാക്കിയിരുന്നത്. സൃഷ്ടിയുടെ പ്രതീകങ്ങളായി അവരെ വാഴ്ത്തിയിരുന്നു. അങ്ങനെ ലോകരക്ഷകരായി, ലോക സൃഷ്ടാക്കളായി ഈ സ്ത്രീയെയും പുരുഷനെയും ബാബിലോണിൽ ജനങ്ങൾ ആരാധിക്കാൻ തുടങ്ങി. ബാബിലോണിൽ നിന്ന് ജനം പിരിഞ്ഞുപോയപ്പോൾ ഈ വിധത്തിലുള്ള വിശ്വാസാചാരങ്ങളുമൊക്കെ ആയിട്ടാണ് പല സ്ഥലങ്ങളിലേക്ക് പിരിഞ്ഞുപോയത്. ലോകത്തുള്ള ജനങ്ങളെയെല്ലാം മൂന്നായി തിരിക്കാമെന്ന് നമുക്കറിയാം. വെളുത്ത വർഗ്ഗക്കാർ, കറുത്ത വർഗ്ഗക്കാർ, അതുപോലെ ചൈനക്കാരെ പോലുള്ള മുഖമുള്ളതായ മംഗോളിയൻ വംശം. അങ്ങനെ മൂന്ന് വംശക്കാരാണ്. അതിൽ നിമ്രോദ് എന്ന് പറയുന്നത് കറുത്ത വർഗ്ഗക്കാരുടെ തലവനായിരുന്നു. എന്നാൽ അവന്റെ കീഴിൽ മറ്റു വർഗ്ഗക്കാരും യോജിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നത് വസ്തുതയാണ്. നിമ്രോദ് കറുത്ത വർഗ്ഗത്തിലാണ് ജനിച്ചത്. അവൻ കറുത്തവനായിരുന്നു. അതുകൊണ്ട് കറുത്ത വർഗ്ഗക്കാർ അവനെ ഏറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. ലോകം മുഴുവൻ സൃഷ്ടിച്ചത് അവനാണ് എന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. മനുഷ്യൻ പിരിഞ്ഞുപോയപ്പോൾ അവരിൽ ഒരു വംശം ആ ബാബിലോണിൽ നിന്നും പേർഷ്യയിലും ഒക്കെ കടന്ന് അതുവഴി അഫ്ഗാൻ വഴി ഇന്ത്യയിൽ എത്തിച്ചേർന്നു. മോഹൻജദാരോ, ഹാരപ്പ എന്നൊക്കെ നാം ഇപ്പോൾ വിളിക്കുന്നതായ ആ പ്രദേശങ്ങളിൽ അവർ വന്ന് അധിവസിച്ചു. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ ഇന്ത്യ ചരിത്രം പറഞ്ഞിരുന്നത് ഏതാണ്ട് BC 1500 അടുത്ത കാലത്ത് ആര്യന്മാർ ഇന്ത്യയിൽ വന്നതോടെയാണ് ഇന്ത്യയുടെ ചരിത്രം ആരംഭിക്കുന്നത് എന്നാണ്. എന്നാൽ അത് ശരിയായ സിദ്ധാന്തമല്ല എന്ന് ഏകദേശം 80 വർഷം മുമ്പ് മനുഷ്യന് മനസ്സിലായി. മോഹൻജദാരോ, ഹാരപ്പ തുടങ്ങിയ സ്ഥലങ്ങളിൽ നടത്തിയതായ ഉത്ഖനനങ്ങളുടെ ഫലമായിട്ട് അവിടെ നിന്ന് ലഭിച്ച തെളിവുകൾ വെച്ച് പരിശോധിച്ചപ്പോൾ ആര്യന്മാരുടെ വരവോടെ അല്ല ഇന്ത്യയിൽ മനുഷ്യവംശം ആരംഭിച്ചത്, മനുഷ്യൻ വാസം ആരംഭിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. ആര്യന്മാർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പേ വലിയ ഒരു സംസ്കാരം ഇന്ത്യയിൽ നിലനിന്നിരുന്നു. മോഹൻജദാരോ, ഹാരപ്പ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അതുണ്ടായത്. ആ സ്ഥലങ്ങൾ പ്രധാനമായും ഇപ്പോൾ പാകിസ്ഥാനിലാണ്. ചില ഭാഗങ്ങൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ. അങ്ങനെ ഇന്ന് നാം പാകിസ്ഥാൻ എന്ന് വിളിക്കുന്ന ആ പ്രദേശങ്ങളിലൊക്കെയും ആ മോഹൻജദാരോ, ഹാരപ്പ ഏരിയയിലൊക്കെയും ഈ ദ്രാവിഡരായ ബാബിലോണിൽ നിന്ന് കടന്നു വന്നതായ ഈ ജനതതി അധിവസിച്ചിരുന്നു. അത് ഒരു നഗര സംസ്കാരമായിരുന്നു. പിൽക്കാലത്ത് വന്ന ആര്യന്മാർക്ക് നഗര സംസ്കാരമില്ല. നഗരമെന്നുള്ള പേര് പോലും ആദ്യകാലത്ത് ആ ഭാഷയിലില്ലായിരുന്നു. ഗ്രാമങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ ദ്രാവിഡ സംസ്കാരം, ആ കറുത്ത വർഗ്ഗക്കാരുടെ സംസ്കാരം, അത് ഒരു നഗര സംസ്കാരമായിരുന്നു. വ്യക്തമായ കാഴ്ചപ്പാടോടെ മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കി തന്നെ അവർ നഗരങ്ങൾ നിർമ്മിച്ച് അവിടെ അധിവസിച്ചിരുന്നു. ശരിയായ എഞ്ചിനീയറിംഗ് വിദ്യ അവർക്കറിയാമായിരുന്നു. അങ്ങനെ വ്യക്തമായ പ്ലാനോടുകൂടി ഉണ്ടാക്കിയതായ കെട്ടിടങ്ങൾ, അതുപോലെ അഴുക്കുചാലുകളൊക്കെയും അവർക്കുണ്ടായിരുന്നു. കുളങ്ങളുണ്ടായിരുന്നു. പൊതുജനങ്ങൾക്ക് കൂടി വരുവാനുള്ള
അമ്പലങ്ങളോ അല്ലെങ്കിൽ അസംബ്ലി ഹാളുകളോ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ഒരു നാഗരികതയുള്ള ജനമായി അവർ ആ സിന്ധുവിന്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ അധിവസിച്ചിരുന്നു. അവരുടെ മതവിശ്വാസത്തെക്കുറിച്ച് നമുക്കേറെയൊന്നും അറിഞ്ഞുകൂടാ. എങ്കിലും അവിടെ നിന്നും കിട്ടിയിട്ടുള്ളതായ പ്രതിമകളും മറ്റു കാര്യങ്ങളുമൊക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ അവർക്ക് ഒരു പുരുഷ ദൈവത്തെയും ഒരു സ്ത്രീ ദൈവത്തെയും അറിയാമായിരുന്നു. അവർ ഒരു പുരുഷ ദൈവത്തെയും ഒരു സ്ത്രീ ദൈവത്തെയും ആരാധിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള പ്രതിമകൾ ആ വിധത്തിലുള്ളതാണ്. ഉദാഹരണമായി ഇപ്പോൾ നാം പശുപതി എന്ന പേരിൽ വിളിക്കുന്നതായ ഒരു പ്രതിമ, യോഗാസനത്തിലിരിക്കുന്നതായ ഒരു പുരുഷൻ, അവന് 3 മുഖങ്ങളുണ്ട്. അവൻ പത്മാസനത്തിലിരിക്കുകയാണ്. ഉദ്ധൃതമായ ലിംഗത്തോടെ അവൻ ഇരിക്കുന്നു. അവനെ ചുറ്റുമായിട്ട് ആന, കടുവ, പോത്ത്, ആട് തുടങ്ങിയ മൃഗങ്ങളെ കാണാം. മോഹൻജദാരോ ഹാരപ്പ സംസ്കാരത്തിൽ ആടുകളെയും പോത്തുകളെയും ഒക്കെ അവർ ആരാധിക്കുകയാണോ ചെയ്തിരുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഈ വ്യക്തിയുടെ ചുറ്റുപാടുമായിട്ട് ഈ പറയുന്ന മൃഗങ്ങളെയൊക്കെ കാണുന്നത് കൊണ്ട് ഈ മൃഗങ്ങളുടെ എല്ലാം അധിപതിയാണ് ഈ പറയുന്ന ദൈവം എന്ന ഒരു വിശ്വാസമാണ് പൊതുവെയുള്ളത്. നിമ്രോദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ വലിയ വേട്ടക്കാരനായിരുന്നു എന്നാണ്. യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലുള്ള വേട്ടക്കാരൻ എന്ന പഴഞ്ചൊല്ല് പോലും ആ കാലത്തുണ്ടായിരുന്നു. അങ്ങനെ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുന്നതിൽ തൽപരനായിരുന്നു നിമ്രോദ്. ആ അർത്ഥത്തിലാകാം ഒരുപക്ഷേ ഈ പശുപതിയുടെ പ്രതിമയ്ക്ക് ചുറ്റും ഇതുപോലെ മൃഗങ്ങളെ വെച്ചിരിക്കുന്നത്. ഏതായാലും മൃഗങ്ങളുടെയൊക്കെയും അധിപതി എന്ന നിലയ്ക്കാണ് ആ പ്രതിമയെ പശുപതി എന്ന് വിളിക്കുന്നത്. പിൽക്കാലത്തെ ഹിന്ദുമതത്തിലുണ്ടായ പശുപതി സങ്കല്പവും ഇതിൽ നിന്ന് ഉണ്ടായതാകാം എന്നൊരു വിശ്വാസം നിലവിലുണ്ട്. നമുക്ക് വ്യക്തമായി ഒന്നും പറയാൻ പറ്റില്ല. ഏതായാലും ഇതൊരു പുരുഷ ദൈവമാണെന്നും ആ ദൈവത്തെ ആ കാലത്തുള്ളവർ ആരാധിച്ചിരുന്നു എന്നും ന്യായമായി ഊഹിക്കാം. അതുപോലെ ഒരമ്മ ദൈവത്തെയും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് നിമ്രോദിന്റെ ഭാര്യയായ സമീറാമീസ് ആണ്. അങ്ങനെ ഈ പുരുഷ ദൈവത്തെയും സ്ത്രീ ദൈവത്തെയും അവർ ആരാധിച്ചിരുന്നു. മാത്രമല്ല ഈ പുരുഷ ദൈവവും സ്ത്രീ ദൈവവും അവർ ചേർന്നാണ് ഈ ലോകം സൃഷ്ടിച്ചത് എന്ന വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഈ പുരുഷൻ എന്നുള്ളതിന് പകരമായി ലിംഗാരാധനയും ആ സ്ത്രീ എന്നുള്ളതിന്റെ പകരമായി യോനി ആരാധനയും അവിടെ ഉണ്ടായിരുന്നു. ആ വിധത്തിലുള്ളതായ ചില രൂപങ്ങള്, ചില സീലുകള്, ചില പ്രതിമകളൊക്കെ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഹിന്ദുമതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ലിംഗാരാധന അതിന്റെ ഉത്ഭവം വാസ്തവത്തിൽ ഈ മോഹൻജദാരോയിൽ നിന്നായിരിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും മോഹൻജദാരോയിലുള്ളവർ പുരുഷ ദൈവത്തെയും സ്ത്രീ ദൈവത്തെയും ആരാധിച്ചിരുന്നു. അവരെ ലോകത്തിന്റെ സൃഷ്ടാക്കളെന്ന നിലയിൽ ലിംഗവും യോനിയും വെച്ച് ആരാധിക്കുന്ന രീതിയും ഉണ്ടായിരുന്നു. അത്രമാത്രമേ നമുക്ക് അവരുടെ മതത്തെക്കുറിച്ച് അറിയാവൂ. മൃഗങ്ങളെ അവർ ആരാധിച്ചിരുന്നുവോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതേപ്പറ്റി കൂടുതലൊന്നും തന്നെ ഇതുവരെയും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഈ സംസ്കാരം നശിച്ചുപോയത് എന്നതിനെ സംബന്ധിച്ചും വ്യക്തമായ തെളിവുകളൊന്നുമില്ല. പക്ഷേ ന്യായമായി ഊഹിക്കാവുന്ന വിഷയം ആര്യന്മാരുടെ കടന്നുവരവോടുകൂടി ഈ സംസ്കാരം ഇന്ത്യയിൽ അസ്തമിച്ചു എന്നാണ്. വാസ്തവത്തിൽ ആര്യന്മാർ കടന്നുവന്ന് അവരെ കൊല്ലുകയായിരുന്നോ അതോ തെക്കേ ഇന്ത്യയിലേക്ക് ഓടിക്കുകയായിരുന്നോ എന്നതിനെക്കുറിച്ച് വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെയുണ്ട്. മോഹൻജദാരോയിലെ ആ ജനങ്ങൾ സമാധാനപ്രിയരായിരുന്നു. ഏറെ ആയുധങ്ങളൊന്നും അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. എന്നാൽ ആര്യന്മാരങ്ങനെയല്ല. അവർ യുദ്ധക്കൊതിയന്മാരായിരുന്നു. തങ്ങളുടെ ശത്രുക്കളെ കൊല്ലുവാൻ വേണ്ടി, അതിനാവശ്യമായ ബലം തരുവാൻ വേണ്ടി അവർ തങ്ങളുടെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നതായി ഋഗ്വേദത്തിലും മറ്റും നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് യുദ്ധക്കൊതിയന്മാരായിരുന്ന ഈ ആര്യന്മാര് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ സ്വാഭാവികമായും സമാധാനപ്രിയരായ ഈ ദ്രാവിഡരെ കൊന്നൊടുക്കുകയോ അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ആ ദേശത്ത് നിന്ന് ഓടിക്കുകയോ ചെയ്തിരിക്കാം. ഏത് കാലത്താണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നത് എന്നതിനെ സംബന്ധിച്ചും ചില തർക്കങ്ങളുണ്ട്. എങ്കിലും ഏകദേശം 3500 കൊല്ലം മുൻപാണ് അവർ വന്നത് എന്ന് ന്യായമായി ഊഹിക്കാം. എവിടെ നിന്നാണ് അവർ കടന്നു വന്നത് എന്നതിനെക്കുറിച്ചും പല വാദപ്രതിവാദങ്ങളൊക്കെയുണ്ട്. എങ്കിലും ബൈബിൾ വെച്ച് പഠിക്കുമ്പോൾ അവർ ബാബിലോണിൽ നിന്ന് കടന്നു വന്നു എന്നാണ് നമുക്ക് വിശ്വസിക്കാൻ ന്യായം കാണുന്നത്. കാരണം നമുക്കറിയാവുന്നതുപോലെ ബാബേ ഗോപുരത്തിന്റെ പണി നടക്കുമ്പോൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരും അവിടെയുണ്ടായിരുന്നു. ലോകമെമ്പാടും ജനം ചെതറിപ്പോയത് ബാബിലോണിൽ നിന്നാണ്. ദ്രാവിഡര്, മോഹൻജദാരോ ഹാരപ്പ സംസ്കാരത്തിന് അടിത്തറവാകിയ ദ്രാവിഡര് അവർ കടന്നു വന്നത് ബാബിലോണിൽ നിന്നാണ്. അതുകൊണ്ടാണ് മോഹൻജദാരോയിൽ നിന്ന് ലഭിച്ചതുപോലുള്ളതായ സീലുകളും മറ്റ് നാണയങ്ങളും ഒക്കെ സുമേറിയയിൽ നിന്നും ബാബിലോണിൽ നിന്നും ഒക്കെ ലഭിച്ചിട്ടുള്ളത്. ഈജിപ്തിൽ നിന്ന് പോലും ലഭിച്ചിട്ടുണ്ട്. കാരണം ആ കാലത്ത് ഇവർ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ഇങ്ങനെ ദ്രാവിഡർ ഇന്ത്യയിൽ വന്നതിന് ശേഷം 300-400 കൊല്ലം കഴിഞ്ഞാണ് ആര്യന്മാരുടെ വംശം ഇന്ത്യയിലേക്ക് എത്തുന്നത്. ആര്യന്മാർ ഏകദേശം BC 1500 അടുത്ത കാലത്ത് ഇന്ത്യയിൽ വരുമ്പോൾ
ഈ സിന്ധു സമതല പ്രദേശങ്ങളിൽ വലിയൊരു കൂട്ടം ആൾക്കാർ താമസിച്ചിരുന്നു, ദ്രാവിഡർ താമസിച്ചിരുന്നു. അവരെ അവിടെ നിന്ന് ഓടിക്കുകയും അനേകരെ കൊല്ലുകയും ചെയ്തുകൊണ്ട് ആര്യന്മാർ അവിടെ കീഴടക്കി അവിടെ വാസം ആരംഭിച്ചു. ആദ്യകാലങ്ങളിൽ അഫ്ഗാനിസ്ഥാന്റെ പ്രദേശങ്ങളിലും അതുപോലെ ഇന്ന് നാം പാകിസ്ഥാൻ എന്ന് വിളിക്കുന്ന പ്രദേശങ്ങളിലുമായിരുന്നു അവർ താമസിച്ചിരുന്നത്. എന്നാൽ കാലക്രമത്തിൽ അവിടെ നിന്ന് അവർ ഗംഗയുടെ സമതല പ്രദേശങ്ങളിലേക്കും കൂടെ വ്യാപിച്ചു. അവിടെയുണ്ടായിരുന്ന ദ്രാവിഡരെ കൂടെ തെക്കേ ഇന്ത്യയിലേക്ക് ഓടിച്ചു. അങ്ങനെ തെക്കേ ഇന്ത്യ ദ്രാവിഡരുടെ ദേശമായി മാറി, വടക്കേ ഇന്ത്യ ആര്യന്മാരുടെ ദേശമായി മാറി. ആര്യന്മാര് ഏതു തരത്തിലുള്ള ദൈവത്തെയാണ് വിശ്വസിച്ചിരുന്നത് എന്ന് വേദങ്ങളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഈ ക്ലാസിന്റെ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 3500 വർഷം മുമ്പ് നിലനിന്നിരുന്ന ഹിന്ദുമതമല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. ഋഗ്വേദകാലത്തെ ഹിന്ദുമതവും പിൽക്കാല വേദകാലത്തെ ഹിന്ദുമതവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ ഉപനിഷത്തുക്കളുടെ കാലത്ത് വീണ്ടും വ്യത്യാസമുണ്ടായി. പിന്നീട് പുരാണങ്ങൾ എഴുതിയ കാലത്ത് കൂടുതൽ വ്യത്യാസങ്ങളുണ്ടായി. ഗുപ്ത സാമ്രാജ്യത്തിന് ശേഷം വലിയ നവോത്ഥാനം തന്നെ ഹിന്ദുമതത്തിനുണ്ടായി. ഇന്നത്തെ ഹിന്ദുമതം ആ പ്രാചീന ഹിന്ദുമതത്തിൽ നിന്നും വളരെയേറെ വ്യത്യസ്തപ്പെട്ട മറ്റൊരു മതമാണെന്ന് തന്നെ നമുക്ക് പറയാം. ഇന്ത്യയിൽ ആര്യന്മാരെത്തുമ്പോൾ ഇവിടെയുണ്ടായിരുന്ന ദ്രാവിഡർ തെക്കേ ഇന്ത്യയിലേക്ക് പോന്നു. വടക്കേ ഇന്ത്യയിൽ ആര്യന്മാർ അധിവസിച്ചു. സ്വാഭാവികമായും അവർക്ക് ഈ ദ്രാവിഡരുമായി യുദ്ധം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. യുദ്ധത്തിൽ തങ്ങളെ സഹായിക്കുവാൻ വേണ്ടി തങ്ങളുടെ ദൈവങ്ങളോട് അവർ അപേക്ഷിച്ചു. അങ്ങനെയുള്ള പല പ്രാർത്ഥനകളും നമുക്ക് ഋഗ്വേദത്തിൽ കാണുവാൻ കഴിയും. ഈ ദ്രാവിഡരെ അവർ മനുഷ്യരായി പോലും കണക്കാക്കിയിരുന്നില്ല. ചിലപ്പോൾ അവരെ ദസ്യുക്കൾ എന്ന് വിളിച്ചിട്ടുണ്ട്, ദാസന്മാരെന്ന് വിളിച്ചിട്ടുണ്ട്, വാനരന്മാരെന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ നികൃഷ്ടമായ പല പേരുകളും ഉപയോഗിച്ചാണ് ദ്രാവിഡരെ അവർ സംബോധന ചെയ്യുന്നത്. തങ്ങളുടെ ദൈവങ്ങളുടെ ശക്തി ഉപയോഗിച്ച് ഈ ശത്രുക്കളെ തോൽപ്പിക്കുവാൻ അവർ ശ്രമിച്ചു. അവർ യുദ്ധവീരന്മാരായിരുന്നതുകൊണ്ട് മോഹൻജദാരോയിലും ഹാരപ്പയിലും മറ്റുമുണ്ടായിരുന്നതായ ദ്രാവിഡർ സമാധാനപ്രിയരുമായിരുന്നതുകൊണ്ട് ഈ ദ്രാവിഡരെ തോൽപ്പിക്കുവാൻ ആര്യന്മാർക്ക് വളരെ വേഗം കഴിഞ്ഞു. അങ്ങനെ ദ്രാവിഡർ തെക്കേ ഇന്ത്യയിലേക്ക് താമസം മാറ്റി. ആര്യന്മാർ സിന്ധു ഗംഗ സമതല പ്രദേശങ്ങളിൽ അധിവസിച്ചു. ക്രമേണ അവിടെ ജനപദങ്ങൾ ഉണ്ടായി. ജനപദങ്ങൾ എന്ന് പറഞ്ഞാൽ നാട്ടുരാജ്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ആ നാട്ടുരാജ്യങ്ങൾ വളർന്നു വികസിച്ചു. വലിയ രാജ്യങ്ങൾ തന്നെ ഉണ്ടായി. ആ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ അറിയുവാൻ രാമായണം, മഹാഭാരതം തുടങ്ങിയതായ ഇതിഹാസങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഗാന്ധാരം, അയോധ്യ, മധുര, കോസലം, കലിംഗം, അങ്ങനെ നിരവധി രാജ്യങ്ങൾ ആ കാലത്തുണ്ടായിട്ടുണ്ട്. അതേപ്പറ്റിയെല്ലാം രാമായണത്തിലും മഹാഭാരതത്തിലും വിശദമായി പറയുന്നത് കൊണ്ട് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. ഋഗ്വേദത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം. പലർക്കും ഋഗ്വേദത്തെക്കുറിച്ച് തെറ്റായ കുറെ ധാരണകളുണ്ട്. പരിശുദ്ധാത്മാവിൽ എഴുതിയതാണ് ഋഗ്വേദം എന്ന് പഠിപ്പിക്കുന്നവർ വരെയുണ്ട് എന്ന് പറയുമ്പോൾ വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. നമുക്ക് തുടർന്ന് വരുന്ന ഒരു ക്ലാസ്സിൽ അതേപ്പറ്റി വിശദമായി പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല. എങ്കിലും പറയട്ടെ, ആര്യന്മാര് അവരുടെ ദൈവങ്ങളോട് നടത്തിയതായ അപേക്ഷകളാണ് ഋഗ്വേദത്തിലുള്ളത്. അതല്ലാതെ ഋഗ്വേദം ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുന്ന പുസ്തകമാണെന്നും ദൈവാത്മാവിൽ എഴുതിയതാണെന്നും ഒക്കെയുള്ളതായ പഠിപ്പിക്കലുകൾ ശരിയല്ല. എന്നാൽ ഹിന്ദുക്കളുടെ വിശ്വാസം അനുസരിച്ച് വേദങ്ങളെല്ലാം ആ പൗരുഷേയങ്ങളാണ് എന്ന് പറഞ്ഞാൽ എന്നെന്നും നിലനിന്നവയാണ്, ഒരു മനുഷ്യനും ഉണ്ടാക്കിയതല്ല. ആഴക്കൂടെ ശ്രുതി എന്ന പേരിലാണ് അവരതിനെ വിളിക്കുന്നത്. ശ്രുതി എന്ന് പറഞ്ഞാൽ കേട്ടറിഞ്ഞത്. ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം തുടങ്ങിയവയൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു. അത് പ്രാചീന മഹർഷിമാർ കേട്ടു എഴുതിയെടുത്തു, അത്രമാത്രമേയുള്ളൂ. അതുകൊണ്ടാണ് വേദങ്ങളെ ശ്രുതി എന്ന് വിളിക്കുന്നത്. കേട്ടെഴുതിയെടുത്തതാണ്. ആദ്യകാലത്ത് എഴുതുക പോലുമില്ലായിരുന്നു, കാണാപ്പാഠം പഠിക്കുകയായിരുന്നു. പിൽക്കാലത്തെ അത് എഴുതി വച്ചു. അങ്ങനെ ഓർമ്മയിൽ നിന്നുള്ളത് ശ്രുതിയായി കേട്ടത്, ആ അർത്ഥത്തിലാണ് വേദങ്ങളെ അവർ കണക്കാക്കുന്നത്. ഋഗ്വേദത്തിൽ ഒരു ദൈവമേ ഉള്ളൂ എന്നും ചിലർ പഠിപ്പിക്കാറുണ്ട്. ഋഗ്വേദം ഒരു വട്ടമെങ്കിലും വായിച്ചിട്ടുള്ളവർ ഇങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഋഗ്വേദത്തിൽ 100 കണക്കിന് ദൈവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതായി 33 ദൈവങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. എന്നാൽ പുരാണങ്ങളുടെയൊക്കെ കാലമായപ്പോഴേക്കും 33 ദൈവങ്ങളെന്ന് പറയുന്നത് 33 കോടി ദൈവങ്ങളെന്നായി തീർന്നു എന്നതൊരു വസ്തുതയാണ്. എങ്കിൽ ഋഗ്വേദത്തിൽ തന്നെ പ്രധാനപ്പെട്ട 33 ദേവന്മാരും മറ്റേ 100 കണക്കിന് ദൈവങ്ങളുമുണ്ട്. ഈ 33 ദേവന്മാരില് 11 പേരെ ഭൂദേവന്മാരായിട്ടും 11 പേരെ അന്തരീക്ഷത്തിന്റെ ദേവന്മാരായിട്ടും 11 പേരെ ആകാശത്തിന്റെ ദേവന്മാരായിട്ടുമാണ് കണക്കാക്കുന്നത്. ഋഗ്വേദത്തിന് ആകെ 10 മണ്ഡലങ്ങളാണുള്ളത്. ഈ 10 മണ്ഡലങ്ങളിലുമായിട്ട് 1017 സൂക്തങ്ങളുണ്ട്. അവയിൽ ഏറ്റവും പ്രസിദ്ധം 10ാം മണ്ഡലത്തിലെ 90ാം സൂക്തമായ
പുരുഷ സൂക്തമാണ്. തുടർന്ന് വരുന്ന ഒരു ക്ലാസ്സിൽ പുരുഷ സൂക്തം മുഴുവൻ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വിശദമായി ഇപ്പോൾ പറയുന്നില്ല. ഈ പറയുന്ന ഋഗ്വേദത്തിൽ ഇന്ദ്രൻ, അഗ്നി, സോമൻ, രുദ്രൻ, വരുണൻ തുടങ്ങിയ ദേവന്മാരെയെല്ലാം സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങൾ, അവരോട് നടത്തുന്ന പ്രാർത്ഥനകൾ ഇവയൊക്കെയാണുള്ളത്. ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയുന്നവർ എങ്ങനെയാണ് ഇന്ദ്രനെയും അഗ്നിയെയും സോമനെയും രുദ്രനെയും വരുണനെയും ഉഷസിനെയും പുഷാവിനെയും ഒക്കെ കാണാതെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരെല്ലാം ചേർന്ന് ഒരു ദൈവമാണെന്ന് അവിടെ പറയുന്നതുമില്ല. പരസ്പരം ചിലപ്പോൾ കലഹിക്കുക വരെ ചെയ്യുന്ന ഈ ദേവന്മാർ ഒന്നാകാൻ സാധ്യവുമല്ല. ഋഗ്വേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവൻ ഇന്ദ്രനാണ്. ഏറ്റവും അധികം സൂക്തങ്ങൾ ഇന്ദ്രനെ കുറിച്ചുള്ളവയുമാണ്. രണ്ടാം സ്ഥാനമേ ഉള്ളൂ അഗ്നിക്ക്. അഗ്നി ദേവന്മാരുടെ നാവായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ദേവന്മാർക്ക് കൊടുക്കേണ്ടതായ യാഗങ്ങൾ അഗ്നിയെ ഏൽപ്പിച്ചാൽ മതി. ആ യാഗങ്ങളെല്ലാം ദേവന്മാർക്ക് അഗ്നി കൊണ്ടുപോയി കൊടുക്കും എന്നായിരുന്നു വിശ്വാസം. മാത്രമല്ല അഗ്നിയെ പുരോഹിതനായി കണക്കാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഋഗ്വേദത്തിന്റെ ആരംഭത്തിൽ തന്നെ അഗ്നിമീളേ പുരോഹിതം എന്ന് പറയുന്നത്. അങ്ങനെ അഗ്നിദേവനെ സ്തുതിച്ചുകൊണ്ടാണ് ഋഗ്വേദം ആരംഭിക്കുന്നത്. അഗ്നിദേവൻ പുരോഹിതനാണ്. അഗ്നിദേവനാണ് മനുഷ്യനും ഈ ദേവന്മാർക്കും ഇടയിലുള്ളതായ മധ്യസ്ഥൻ എന്ന് ഋഗ്വേദ കാലത്തെ വിശ്വാസമുണ്ടായിരുന്നു. സോമനെ അവർ ആരാധിച്ചിരുന്നു. ചന്ദ്രൻ എന്ന ഉപഗ്രഹമാണ് പൊതുവെ സോമനായി കണക്കാക്കി വരുന്നത്. എന്നാൽ സോമരസം എന്ന ഒരു മദ്യം അവർ ഉപയോഗിച്ചിരുന്നു. അതുപയോഗിച്ച് സോമയാഗവും അവർ നടത്തിയിരുന്നു. ഈ സോമരസം കുടിച്ചാണ് ദേവന്മാർക്ക് അമർത്യതയുണ്ടായത് എന്നൊരു വിശ്വാസവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് സോമരസത്തിനെ വലിയ ശക്തിയുള്ളതായി ഇവർ കണക്കാക്കുകയും സോമയാഗങ്ങളൊക്കെ നടത്തുകയും ചെയ്തിരുന്നു. ഇന്നും സോമയാഗം നടക്കാറുണ്ടല്ലോ. അങ്ങനെ സോമൻ എന്നത് ആ കാലത്തെ ഒരു പ്രധാന ദേവനായിരുന്നു. അതുപോലെ രുദ്രദേവൻ ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് ദ്രാവിഡരുടെ ദൈവമായ ആ പശുപതിയെയും കൂടെ കൂട്ടിക്കലശി ശിവൻ എന്ന സങ്കല്പമുണ്ടാക്കിയത് ഈ രുദ്രസങ്കല്പത്തിൽ നിന്നാണ്. എന്നാൽ വേദങ്ങളിൽ കാണുന്ന രുദ്രനും പുരാണങ്ങളിൽ കാണുന്ന ശിവനും തമ്മിൽ വലിയ സാമ്യമൊന്നുമില്ല. പിൽക്കാലത്ത് അവർ ഒന്നുചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും രണ്ട് ദൈവങ്ങളാണ്. അങ്ങനെ വേദത്തിൽ രുദ്രന് വലിയൊരു സ്ഥാനമുണ്ട്. ലോകത്തിന്റെ മുഴുവൻ അധിപതി എന്ന നിലയ്ക്ക് വേദത്തിൽ പറയുന്നത് വരുണദേവനെയാണ്. വരുണനെ സ്തുതിക്കുന്ന കീർത്തനങ്ങളുടെ എണ്ണം കുറവാണെങ്കിലും വരുണനെ സ്തുതിക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ ശക്തനായ ഒരു ദേവനായിട്ടാണ് വരുണനെ അതിൽ പ്രകീർത്തിച്ചിരിക്കുന്നത്. കൂടാതെ പ്രകൃതി ശക്തികളായ അല്ലെ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളായ ഉഷസ്, സൂര്യചന്ദ്രന്മാര്, നദികള്, ഇങ്ങനെ പലതിനെയും സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങളൊക്കെ നമുക്ക് ഋഗ്വേദത്തിൽ കാണുവാൻ കഴിയും. സംശയമുള്ളവർ ഋഗ്വേദം ഒരു വട്ടം വായിച്ചു നോക്കുക. അതിനെ സംസ്കൃതം അറിഞ്ഞേ മതിയാകൂ എന്നില്ല. കാരണം അതിന്റെ ശരിയായ മലയാള തർജിമയും ഇന്ന് ലഭ്യമാണ്. ഋഗ്വേദത്തെക്കുറിച്ച് ഏകദേശം ഒരു ജ്ഞാനം ലഭിക്കുവാൻ ആ മലയാളം തർജിമ വായിച്ചാൽ മതിയാകും. ആഴമായ പഠനം നടത്തേണ്ടവർ മാത്രമേ സംസ്കൃതം പഠിക്കേണ്ടതുള്ളൂ. സാധാരണക്കാർക്ക് ആഴമായ ജ്ഞാനത്തിന്റെ ആവശ്യവുമില്ല. ഇതേപ്പറ്റി ഏകദേശം ഒരു രൂപം കിട്ടിയാൽ മതി. അങ്ങനെ മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്ന ഋഗ്വേദം വായിച്ച് തെറ്റിദ്ധാരണ അകറ്റുന്നത് ഉചിതമായിരിക്കും. പലരും പഠിപ്പിക്കുന്നത് ഋഗ്വേദത്തിൽ ഒരു ദൈവത്തെക്കുറിച്ച് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ എന്നാണ്. പോട്ടയിൽ പ്രസംഗിക്കുന്ന അരവിന്ദാക്ഷമേനോൻ അങ്ങനെ പ്രസംഗിച്ചതായി എനിക്കറിയാം. അതേപ്പറ്റി പ്രജാപതിയെക്കുറിച്ചുള്ളതായ പഠനത്തിന്റെ ഭാഗമായി ഞാൻ അല്പം കൂടെ വിശദമായി പഠിക്കുന്നുണ്ട്. എങ്കിലും ഈ പ്രജാപതിക്കാരോ അരവിന്ദാക്ഷമേനോൻ ഉൾപ്പെടെയുള്ള മറ്റാൾക്കാരോ പറയുന്നത് പോലെയല്ല സത്യം. ഋഗ്വേദത്തിൽ ഒരു ദൈവത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. പ്രധാനപ്പെട്ട 33 ദൈവന്മാരും മറ്റ് നിരവധി ദേവന്മാരെ കുറിച്ചും പറയുന്നുണ്ട്. അതുപോലെ തുടർന്നു വരുന്നതായ ഉപനിഷത്തുക്കളിലും മറ്റും അദ്വൈത സിദ്ധാന്തത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഋഗ്വേദം മുതൽ ഇന്നുവരെയുള്ള പ്രധാന ഹൈന്ദവ ഗ്രന്ഥങ്ങളെല്ലാം പരിശോധിച്ചാൽ അതിൽ നാം കണ്ടെത്തുന്നത് ഹെനോതീയിസം എന്ന് പറയുന്ന ഒരു സമീപന രീതിയാണ്. എന്താണ് ഹെനോതീയിസം? ഏതെങ്കിലും ഒരു ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റ് ദൈവങ്ങളെ എല്ലാം മറന്നുകൊണ്ട് ഈ ഒരു ദൈവം മാത്രമാണ് സാക്ഷാൽ ദൈവമെന്നും മറ്റുള്ളതൊന്നും അവിടെ ഇല്ലെന്നുള്ള രൂപത്തിൽ ഈ ദൈവത്തെ അങ്ങ് പ്രകീർത്തിച്ച് ഈ ദൈവമാണ് ലോകം നിറഞ്ഞു നിൽക്കുന്നതെന്നും ഈ ദൈവമാണ് ലോകത്തെ സൃഷ്ടിച്ചതെന്നും ലോകത്തിന്റെ അന്ത്യവും ആദ്യവും എല്ലാം ഈ ദൈവമാണെന്നും മനുഷ്യനെ പരിപാലിക്കുന്നത് ഈ ദൈവമാണെന്നും ഈ ദൈവമില്ലെങ്കിൽ ലോകം തന്നെ ഇല്ലെന്നും അങ്ങ് സ്തുതിക്കും. ഇന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ ഇന്ദ്രൻ മാത്രമാണ് ദൈവം, അല്ലെ ഇന്ദ്രനോളം വലിയൊരു ദൈവമില്ല എന്ന രൂപത്തിലാണ് സ്തുതിക്കുന്നത്. രുദ്രനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. വരുണനെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെ തന്നെ പറയുന്നുണ്ട്.
അതുപോലെ അഗ്നിദേവനായാലും വായുവായാലും ഏത് ദേവനെക്കുറിച്ച് പറയുമ്പോഴും ഈ ഹെനോത്തീസത്തിന്റെ സ്പർശം നമുക്ക് എല്ലാ ഹൈന്ദവ സ്തുതികളിലും കാണുവാൻ കഴിയും. എന്തിനേറെ പറയുന്നു, ഈ കാലത്ത് ഏറ്റവും പ്രചാരമുള്ള ശബരിമല അയ്യപ്പനെ കുറിച്ച് പറയുമ്പോൾ പോലും കലിയുഗ വരദായൻ എന്നുള്ള നിലയ്ക്ക് അയ്യപ്പനാണ് ലോകം നിറഞ്ഞു നിൽക്കുന്നതെന്നും ഈ ലോകം തന്നെ നിയന്ത്രിക്കുന്നത് അയ്യപ്പനാണെന്നുള്ള രൂപത്തിൽ പുകഴ്ത്താറുണ്ട്. അത് ഹിന്ദുമതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഏത് ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴും ആ ദൈവമാണ് എല്ലാം എല്ലാം എന്ന് പറയുന്നത്. ആ ഭാഗം മാത്രം വായിക്കുമ്പോൾ സാധാരണക്കാർക്ക് തോന്നും ഹിന്ദുമതത്തിൽ ആ ദൈവത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മറ്റ് ദൈവങ്ങളില്ല എന്ന്. ഈ വിധത്തിലുള്ള ചില ശ്ലോകങ്ങളിൽ ഹിരണ്യഗർഭനെക്കുറിച്ച് പറയുന്നുണ്ട്, പ്രകൃതി പുരുഷനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ വായിച്ചിട്ടാണ് ചിലർ പറയുന്നത് ഋഗ്വേദത്തിൽ ഒരു ദൈവത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന്. മാത്രമല്ല അത് പ്രജാപതിയാണെന്നും ആ പ്രജാപതിയെക്കുറിച്ച് മാത്രമാണ് ഋഗ്വേദം പറയുന്നതെന്നും വരെ ചിലർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രജാപതിയെക്കുറിച്ച് പറയുമ്പോൾ പ്രജാപതിയാണ് എല്ലാം എന്ന് പറയും. അത് വേദത്തിന്റെ ഒരു രീതിയാണ്, ഹിന്ദുമത ഗ്രന്ഥങ്ങളുടെ ഒരു രീതിയാണ്. തുടർന്ന് ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് വിശദമായി പിന്നീട് പഠിക്കാവുന്നതാണ്. ഋഗ്വേദം ഏത് കാലത്താണ് രചിക്കപ്പെട്ടത് കൃത്യമായി നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഒരു 3500 വർഷം മുമ്പ് എഴുതാൻ തുടങ്ങി, ഏതാണ്ട് ഒരു 3200 വർഷം മുമ്പ് എഴുതി തീർത്തു എന്ന് സാമാന്യമായി പറയാം. ഇതൊന്നും വ്യക്തമായ കണക്കുള്ള കാര്യമല്ല. ഋഗ്വേദ കാലഘട്ടമായിട്ട് ഏതാണ്ട് BC 1500 മുതൽ 1200 വരെയുള്ള കാലമായിട്ടൊക്കെ പറയാറുണ്ട്. ചിലർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റി പറഞ്ഞെന്നും വരാം. ഇത് ഏകദേശം ഒരു കണക്ക് മാത്രമാണ്. ഋഗ്വേദ കാലഘട്ടത്തിൽ ജാതികൾ അത്ര കഠിനമായിട്ടില്ലായിരുന്നു, എല്ലാവരെയും ഒരുപോലെ കണക്കാക്കിയിരുന്നു. എങ്കിലും ചില ആര്യന്മാര് ആത്മീയ വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യമെടുക്കുകയും വലിയ തത്വജ്ഞാനികളായിട്ട് ദൈവത്തെയൊക്കെ ആരാധിച്ച് സ്തുതികളൊക്കെ എഴുതി വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് മുൻപോട്ട് പോയിരുന്നു. പിൽക്കാലത്ത് ഇവരാണ് ബ്രാഹ്മണരായി മാറിയത്. ചിലർ യുദ്ധവീരന്മാരായിരുന്നു, ഭരണാധികാരികളായിരുന്നു. ഇവരുടെ പിൻതലമുറയാണ് പിൽക്കാലത്തെ ക്ഷത്രിയരായിട്ട് മാറിയത്. അതുപോലെ കൃഷി, കച്ചവടം തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ പിൻതലമുറ വൈശ്യരായി തീർന്നു. വലിയ കഴിവൊന്നുമില്ലാത്ത ആൾക്കാർ ഈ 3 തരക്കാരായ ആൾക്കാരെയും സേവിച്ചുകൊണ്ടേ കഴിഞ്ഞിരുന്നു. അവരാണ് പിൽക്കാലത്തെ ശൂദ്രന്മാരായിട്ട് മാറിയത്. എന്നാൽ ഋഗ്വേദ കാലത്ത് ഈ ചാതുർവർണ്ണയ വ്യവസ്ഥ, ജാതി വ്യവസ്ഥ അത്ര കഠിനമല്ലായിരുന്നു. ഋഗ്വേദത്തിൽ മിക്ക ഭാഗത്തും ജാതിയെക്കുറിച്ച് സൂചന പോലുമില്ല. എന്നാൽ ഋഗ്വേദം 10ാം മണ്ഡലം, വിശേഷിച്ച് അതിന്റെ 90ാം സൂക്തത്തിൽ ജാതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 10ാം മണ്ഡലം പിൽക്കാലത്ത് എഴുതി ചേർത്തതാണ് എന്നൊരു വിശ്വാസവുമുണ്ട്. അതുകൊണ്ട് ഈ ജാതി വ്യവസ്ഥ ഋഗ്വേദ കാലത്ത് ഉണ്ടായിരുന്നോ എന്ന് തീർത്തു പറയുവാൻ സാധ്യമല്ല. ഋഗ്വേദം എഴുതിയ കാലത്ത് തന്നെയാണ് 10ാം മണ്ഡലവും എഴുതിയതെങ്കിൽ ആ കാലത്ത് തന്നെ ജാതി വ്യവസ്ഥ നിലവിൽ വന്നു കഴിഞ്ഞിരുന്നു എന്ന് പറയാം. അതല്ല, ആ ഭാഗം പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാണെങ്കിൽ ഋഗ്വേദ കാലത്തിനൊക്കെ ശേഷമാണ് ജാതി വ്യവസ്ഥ നിലവിൽ വന്നത് എന്ന് പറയേണ്ടി വരും. ഋഗ്വേദത്തിന്റെ 10ാം മണ്ഡലം 90ാം സൂക്തത്തിൽ, പുരുഷ സൂക്തത്തിൽ പറയുന്നത് ആ മഹാപുരുഷനെ ദേവന്മാരെല്ലാം കൂടി യാഗം കഴിച്ചു. ആ മഹാപുരുഷന്റെ തലയിൽ നിന്ന് ബ്രാഹ്മണനുണ്ടായി, കൈകളിൽ നിന്ന് ക്ഷത്രിയനുണ്ടായി, തുടകളിൽ നിന്ന് വൈശ്യനുണ്ടായി, പാദങ്ങളിൽ നിന്ന് ശൂദ്രനുണ്ടായി എന്നാണ്. അങ്ങനെ 4 ജാതികൾ ഉത്ഭവത്തിൽ തന്നെ വ്യത്യസ്തമാണ് എന്നും ഒരു മാതാപിതാക്കളുടെ മക്കളാണെല്ലാം മനുഷ്യരെന്നുള്ള സങ്കല്പത്തിനെതിരായും അവിടെ പഠിപ്പിക്കലുകളുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ലല്ലോ നമ്മുടെ വിഷയം. ഏതായാലും ആ കാലത്ത് തന്നെ ജാതി വ്യവസ്ഥ നിലവിൽ വന്നിരുന്നു. എന്നാൽ ഈ കാര്യങ്ങൾ പിൽക്കാലത്ത് എഴുതി ചേർത്തതാണെങ്കിൽ ജാതി വ്യവസ്ഥയെ അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി ആരോ കൃത്രിമമായി ഉണ്ടാക്കിയതാണ് ഈ ശ്ലോകങ്ങൾ എന്ന് പറയേണ്ടതായി വരും. ഋഗ്വേദത്തിന് ശേഷം യജുർവേദമുണ്ടായി. യജുർവേദത്തിൽ യാഗങ്ങളെ സംബന്ധിക്കുന്ന വിധികളാണ് പ്രധാനമായി ഉള്ളത്. വിവിധതരം യാഗങ്ങൾ, അവ എങ്ങനെ കഴിക്കണം തുടങ്ങിയതായ വിഷയങ്ങൾ വിശദമായി യജുർവേദത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സാമവേദം എന്ന് പറയുന്നത് വിശേഷിച്ചൊരു വേദമാണെന്ന് പറയാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. കാരണം സാമവേദത്തിന്റെ ഭൂരിപക്ഷം ഭാഗവും ഋഗ്വേദത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. അല്ലെങ്കിൽ ഋഗ്വേദത്തിലുള്ളതായ കുറെ സൂക്തങ്ങൾ എടുത്ത് ഏതാനും ശ്ലോകങ്ങളൂടെ എക്സ്ട്രാ ചേർത്ത് ഉണ്ടാക്കിയതാണ് സാമവേദം. ഋഗ്വേദം, യജുർവേദം എന്നിവ പഠിച്ചവർക്ക്
സാമവേദത്തിന്റേത് മാത്രമായി ഏതാനും ശ്ലോകങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ സാമവേദം സ്വതന്ത്രമായ ഒരു വേദമല്ല, പ്രധാനമായി ഋഗ്വേദത്തിൽ നിന്നെടുത്തതായ കുറെ ശ്ലോകങ്ങൾ ചേർത്തുണ്ടാക്കിയതാണ്. യിർക്ക്, യജുസ്, സാമം എന്നീ 3 വേദങ്ങൾ മാത്രമേ പ്രാമാണ്യത്വമുള്ളതുള്ളൂ. 4ാമത്തെ വേദമായ അഥർവവേദം വേദങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തുവാൻ സാധ്യമല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ചതുർവേദങ്ങളെന്ന് പറയാറില്ല, അവർ ത്രൈ എന്നേ പറയാറുള്ളൂ. 3 വേദങ്ങൾ, യിർക്ക്, യജുസ്, സാമം എന്നിവ മാത്രം. എന്നാൽ അഥർവവേദത്തെയും വേദമായി കണക്കാക്കുന്നവരുണ്ട്. പക്ഷേ അഥർവവേദത്തെ ഒഴിച്ചു നിർത്താൻ കാരണമുണ്ട്. കൊടിയ മന്ത്രവാദം, ഭൂതപ്രേതാദികളെ ഓടിക്കുവാനുള്ള ആഭിചാര കർമ്മങ്ങൾ, നിരവധി ദുഷ്കർമ്മങ്ങൾ, ഇതൊക്കെയാണ് അഥർവവേദത്തിലുള്ളത്. അതുകൊണ്ട് ഈ ഭൂതപ്രേതാദികളുമായിട്ടുള്ള ഇടപാടുകൾ, അതുപോലെ മന്ത്രവാദം, ഗൂഢോത്രം എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെയുള്ളതായ ഈ സാമവേദം യഥാർത്ഥ വേദമായി അംഗീകരിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാകുന്നുണ്ട്. അഥർവവേദം അനുഷ്ഠിക്കുന്നവരെ അല്പം നികൃഷ്ടരായിട്ടാണ് പൊതുവെ ഋഗ്വേദികളും മറ്റും കണക്കാക്കുന്നതും. ദ്വിവേദി, ത്രിവേദി, ചതുർവേദി എന്നൊക്കെ പലതരത്തിൽ വേദികൾ തന്നെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നതും സാന്ദർഭികമായി പറയട്ടെ. അങ്ങനെ യിർക്ക്, യജുസ്, സാമ, അഥർവം എന്നിങ്ങനെ 4 വേദങ്ങൾ. ഈ യജുർവേദവും അഥർവവേദവുമൊക്കെ എപ്പോഴുണ്ടായി? പിൽക്കാല വേദങ്ങളുടെ കാലം എന്ന പേരിൽ അതറിയപ്പെടുന്നു. അതിനെ ചരിത്രകാരന്മാർ കുറച്ച് ഡേറ്റുകളൊക്കെ പറയാറുണ്ടെങ്കിലും ഒരു 3000 വർഷം മുൻപ് ഈ പ്രധാന വേദങ്ങളെല്ലാം എഴുതി തീർന്നിരിക്കാം എന്നാണ് നമുക്ക് ന്യായമായിട്ട് പറയാൻ കഴിയുക. ഈ ഡേറ്റ് ഒന്നും കൃത്യമായ ഡേറ്റ് ഒന്നുമല്ല, കുറെ ഊഹാപോഹങ്ങളിൽ അധിഷ്ഠിതമാണ്. എങ്കിലും എന്റെ കണ്ടുപിടുത്തമല്ല, ചരിത്രകാരന്മാർ പറയുന്നത് വെച്ച് ഞാനും പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഏകദേശം 3000ഓളം വർഷം മുമ്പ് യിർക്ക്, യജുസ്, സാമ, അഥർവം എന്നീ വേദങ്ങൾ എഴുതി കഴിഞ്ഞിരിക്കാം. എന്നാൽ വേദങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പലരുടെയും ധാരണ ഈ യിർക്ക്, യജുസ്, സാമ, അഥർവം 4 വേദങ്ങൾ അത് മാത്രമേ ഉള്ളൂ, അവിടെ കൊണ്ട് തീർന്നു എന്നാണ്. അങ്ങനെയല്ല. ഈ വേദങ്ങളുടെയെല്ലാം അതിന്റെ സംഹിത കഴിഞ്ഞാൽ, വേദങ്ങൾക്ക് സംഹിത എന്നുണ്ട്, ഋഗ്വേദ സംഹിത, യജുർവേദ സംഹിത എങ്ങനെ പറയുന്ന ആ സംഹിതയുടെ ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണങ്ങൾ എന്ന് പറയുന്ന ഭാഗം ആരംഭിക്കുകയായി. എന്താണ് ബ്രാഹ്മണങ്ങൾ? അത് വേദങ്ങളുടെ വ്യാഖ്യാനമാണ് എന്ന് പൊതുവെ പറയാറുണ്ട്. എങ്കിലും ബൈബിളിന്റെ വ്യാഖ്യാനം എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ വേദത്തിലെ ഓരോ ശ്ലോകങ്ങളെടുത്ത് വ്യാഖ്യാനിക്കുകയൊന്നും അല്ല അവിടെ ചെയ്തിരിക്കുന്നത്. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന ആശയങ്ങളെക്കുറിച്ചൊക്കെ അല്പം വിശദീകരണം ഉണ്ടെന്നുള്ളതല്ലാതെ വേദങ്ങളുടെ അക്ഷരാർത്ഥത്തിലുള്ള ഓരോ ശ്ലോകങ്ങളുടെയും വ്യാഖ്യാനമൊന്നുമല്ല ഈ ബ്രാഹ്മണങ്ങൾ. എങ്കിലും അല്പം കൂടെ ലളിതമായിട്ട് ബ്രാഹ്മണങ്ങളിൽ കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പ്രധാന ബ്രാഹ്മണങ്ങൾ ഏതൊക്കെയെന്ന് പറയാം. കൗശീതകി, ഐതരേയം, പഞ്ചവിംശം, ഷഡ്വിംശം, ശതപഥം, ഗോപഥം ഇവയാണ് ബ്രാഹ്മണങ്ങൾ. ബ്രാഹ്മണങ്ങളുടെ അവസാന ഭാഗത്ത് ആരണ്യകങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് ആരണ്യം എന്ന് നമുക്കറിയാമല്ലോ, വനമാണ്. ഇവയെ ആരണ്യകങ്ങൾ എന്ന് വിളിക്കാൻ കാരണം ആരണ്യത്തിൽ, അതായത് വനത്തിൽ ഇരുന്ന് ചൊല്ലേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇത് വനത്തിൽ ഇരുന്ന് ചൊല്ലേണ്ടത്? കൊടിയ മന്ത്രങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. നഗരപ്രദേശങ്ങളിലോ ഗ്രാമപ്രദേശങ്ങളിലോ ഇരുന്നിത് ചൊല്ലിയാൽ ഈ മന്ത്രങ്ങളുടെ ശക്തി നിമിത്തം ആ പ്രദേശങ്ങളിൽ ഭൂതപ്രേതങ്ങളുടെ ശല്യങ്ങൾ ഉണ്ടാകും എന്നാണ് പൊതുവെയുള്ള വിശ്വാസം. അതുകൊണ്ട് ഭൂതപ്രേതാദികളുടെ ശല്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ ആരണ്യകങ്ങൾ ചൊല്ലുന്നത് ആരണ്യത്തിൽ, അതായത് വനത്തിൽ ഇരുന്നു കൊണ്ടാണ്. ആരണ്യകങ്ങൾ അവസാനിച്ചാൽ വേദങ്ങളുടെ അവസാനം, വേദങ്ങളുടെ അന്തമായി. അതാണ് വേദാന്തം. അതിനെ ഉപനിഷത്ത് എന്ന് വിളിക്കുന്നു. ഉപനിഷത്തും വേദാന്തവും ഒന്ന് തന്നെ. വേദങ്ങളുടെ അവസാന ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് അവയെ വേദാന്തങ്ങൾ എന്ന് വിളിക്കുന്നത്. ആകെ എത്ര ഉപനിഷത്തുകളുണ്ട്? അവയെക്കുറിച്ച് കൃത്യമായ കണക്കുകളൊന്നുമില്ല. 1000കണക്കിന് ഉപനിഷത്തുകൾ ഉണ്ട് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ മുക്തികാ ഉപനിഷത്തിൽ 108 പ്രധാനപ്പെട്ട ഉപനിഷത്തുക്കളെ കുറിച്ച് പറയുന്നുണ്ട്. എങ്കിലും ഈ 108 ഇപ്പോൾ അത്ര വിശദമായി ഒന്നും നമുക്കറിഞ്ഞുകൂടാ. അവയിൽ പലതും ലഭ്യമല്ലതാനും. അതുകൊണ്ട് പ്രധാനപ്പെട്ടതായ 10 ഉപനിഷത്തുക്കളെയാണ് ഇന്ന് പൊതുവെ ഹൈന്ദവർ അംഗീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ 10 ഉപനിഷത്തുക്കളെ അംഗീകരിക്കാൻ കാരണം?
ഈ 10 എണ്ണത്തിന് ശങ്കരാചാര്യർ ഭാഷ്യം ചമച്ചിട്ടുണ്ട്. ശങ്കരാചാര്യർ ഏറ്റവും പ്രാമാണ്യമുള്ളതായി കണക്കാക്കിയത് ഈ 10 എണ്ണം മാത്രമാണ്. അതുകൊണ്ട് ഈ 10 ഉപനിഷത്തുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് പൊതുവെ ഉള്ള വിശ്വാസം. ഏതാണ് ഈ 10 ഉപനിഷത്തുകൾ എന്ന് ഞാൻ പറയാം. ഈശം, കേനം, കാഠം, പ്രശ്നം, മുണ്ടകം, മണ്ഡൂക്യം, തൈത്തരീയം, ഐതരേയം, ഛാന്തോക്യം, ബൃഹദാരണ്യകം. ഇങ്ങനെ 10 എണ്ണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപനിഷത്തുകൾ. എന്നാൽ അവയോടൊപ്പം ശ്വേതാശ്വേതരം, കൗശീതകി എന്നീ 2 ഉപനിഷത്തുകൾ കൂടെ പ്രധാനപ്പെട്ടതായി പൊതുവെ കണക്കാക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ 12 ഉപനിഷത്തുകൾ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാം. എന്നാൽ പലരും തങ്ങൾക്ക് ബോധിച്ച ചില ഉപനിഷത്തുക്കളൊക്കെ അവയോടൊപ്പം ചേർത്ത് എണ്ണം വർദ്ധിപ്പിക്കാറുമുണ്ട്. ഏതൊക്കെയാണ് ശരിയായ ഉപനിഷത്തുകൾ, അവ എത്ര എണ്ണമുണ്ട് എന്നൊക്കെയുള്ള വിഷയങ്ങൾ ഹൈന്ദവ പണ്ഡിതർ തർക്കിക്കേണ്ടതാണ്. നമുക്ക് അത് വലിയ വിഷയമല്ല. അതുകൊണ്ട് നമുക്കത് വിട്ടുകളയാം. എന്താണ് ഉപനിഷത്തുക്കളുടെ പ്രധാന ടീച്ചിങ്സ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉപനിഷത്തുക്കൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അടുത്തിരുന്ന് പഠിച്ചതാണ്. ഉപനിഷത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ്, അടുത്തിരുന്ന് പഠിച്ചത്. ഉപനിഷത്തുക്കൾ വായിച്ചാൽ മനസ്സിലാകും അങ്ങനെ ആ പേരുണ്ടായതിന്റെ കാരണം. വേദങ്ങളൊക്കെ ഒരു വ്യക്തി ദൈവങ്ങളോടിങ്ങനെ പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ ഒരു വ്യക്തി മറ്റുള്ളവർക്ക് കാര്യങ്ങൾ വെറുതെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതുമൊക്കെയാണ്. എന്നാൽ ഉപനിഷത്തുക്കളുടെ രീതി അതല്ല. ഉപനിഷത്തുക്കൾ ഡയലോഗ് ഫോമിലാണ്. എന്താണ് ഡയലോഗ്? ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഗുരു അതിന് മറുപടി പറയുന്നു. അപ്പൊ ശിഷ്യനും ഗുരുവും തമ്മിലുള്ളതായ ഒരു ചോദ്യോത്തര രീതിയാകാം, അല്ലെങ്കിൽ അച്ഛനും മകനും തമ്മിലാകാം, അച്ഛനും മകളും തമ്മിലാകാം. കടോപനിഷത്തിലാണെങ്കിൽ ഒരു ബ്രാഹ്മണ യുവാവും കാലനുമായിട്ട് യമധർമ്മനുമായിട്ടുള്ള സംഭാഷണമാണ്. അങ്ങനെ ഏത് വിധത്തിലായാലും ഒരാൾ ചോദ്യം ചോദിക്കുന്നു, അറിവുള്ള വ്യക്തി അതിനെ മറുപടി പറയുന്നു. അങ്ങനെ ചോദ്യോത്തര രീതിയിൽ അടുത്തിരുന്ന് പഠിച്ചതാണ് ഉപനിഷത്തുക്കൾ. അതുകൊണ്ടാണ് ആ പേര് തന്നെ അതിനുണ്ടായത്. ഹൈന്ദവ തത്വശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ഭാരതീയ തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശിലകളായി കണക്കാക്കി വരുന്ന പലതും ഉപനിഷത്തുക്കളിൽ നിന്നാണ് നാം എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഭാരതീയ തത്വശാസ്ത്രത്തിന്റെ അടിത്തറ ഉപനിഷത്തുക്കളാണ് എന്ന് പറയാം. ഏറ്റവും അധികം പ്രസിദ്ധമായ അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതംഗമയ എന്ന ശ്ലോകം ബൃഹദാരണ്യോപനിഷത്ത് 1:3:28 ഉള്ളതാണ്. അതുപോലെ തന്നെ അഹം ബ്രഹ്മാസ്മി, അത് ബൃഹദാരണ്യോപനിഷത്ത് 1:46-10 ഉള്ളതാണ്. തത്വമസി എന്നത് ഛാന്തോക്യോപനിഷത്ത് 6:8-6 ഉള്ളതാണ്. എന്തൊക്കെയാണ് ഇതിന്റെ അർത്ഥം? അസതോമാ സദ്ഗമയ എന്ന് പറഞ്ഞാൽ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. തമസോമ ജ്യോതിർഗമയ എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നെ നയിക്കണമേ. മൃത്യോമ മൃതംഗമയ എന്ന് പറഞ്ഞാൽ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് എന്നെ നയിക്കണമേ എന്നാണ്. സ്വാഭാവികമായും അങ്ങനെ മനുഷ്യൻ പ്രാർത്ഥിച്ചു പോകും. എനിക്ക് അസത്യം മതി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടാകയില്ല. ഉണ്ടെങ്കിൽ അവൻ ഏതെങ്കിലും ദുഷ്ടനായിരിക്കാനേ സാധ്യതയുള്ളൂ. നല്ലവരായ വ്യക്തികൾക്കാർക്കും അസത്യത്തോടെ പ്രതിപത്തി ഉണ്ടാകുകയില്ല. അതുകൊണ്ട് സ്വാഭാവികമായും അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക സ്വാഭാവികമാണ്. അതുപോലെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക സ്വാഭാവികമാണ്. മരണമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരുവാൻ എല്ലാ മനുഷ്യനും ആഗ്രഹമുണ്ടാകും. അതുകൊണ്ട് അമർത്യതയിലേക്ക് എന്നെ നയിക്കണമേ എന്നും പ്രാർത്ഥിക്കാവുന്നതാണ്. എന്നാൽ പലരും ഒരു പടി കൂടി പറയും, ഇതൊക്കെ ദൈവാത്മാവിൽ നിറഞ്ഞാണ് അവർ പറഞ്ഞത് എന്ന്. ക്രിസ്തീയ വിശ്വാസികൾക്ക് അത് അംഗീകരിക്കാനാവില്ല. ആ വിഷയത്തെക്കുറിച്ച് പ്രജാപതിയോടുള്ള ബന്ധത്തിൽ ഞാൻ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അഹം ബ്രഹ്മാസ്മി, ആ ബ്രഹ്മം ഞാൻ തന്നെയാണ്, ഞാനാകുന്നു ബ്രഹ്മം. എന്താണ് ബ്രഹ്മം? ബ്രഹ്മം എന്താണെന്ന് ഉപനിഷത്തുക്കൾ നിർവചിക്കുന്നില്ല. ഹൈന്ദവ വിശ്വാസത്തിൽ ബ്രഹ്മത്തെ ഒരിക്കലും നിർവചിച്ചിട്ടില്ല. ബ്രഹ്മത്തെക്കുറിച്ച് പറയുമ്പോൾ നേതി നേതി, അതല്ല അതല്ല എന്നു മാത്രമാണ് വേദങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെയും പറയുന്നത്. അതൊരു മനുഷ്യനാണോ? അല്ല. മൃഗമാണോ? അല്ല. നന്മയാണോ? അല്ല. തിന്മയാണോ? അല്ല. അതൊരു വ്യക്തിയാണോ? അല്ല. ശക്തിയാണോ? അല്ല. അങ്ങനെ നിർഗുണമാണ്.
ഗുണമില്ലാത്തതാണ്. വേദമെന്നത് മനുഷ്യബുദ്ധിക്ക് ഒതുക്കാനാവാത്തതാണ്. അതുകൊണ്ടാണ് നിർഗുണ പരബ്രഹ്മം എന്ന് ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത്. പൊതുവെ പരബ്രഹ്മത്തോടുള്ള ബന്ധത്തിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. 1 ബ്രഹ്മം, 2 ഈ ലോകം, 3 ജീവാത്മാവ് അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ആത്മാവ്, മനുഷ്യന്റെ ആത്മാവ് ഒക്കെയും ആ ഗ്രൂപ്പിൽ വരുന്നു. അങ്ങനെ ബ്രഹ്മം, ലോകം, ജീവൻ, ഇങ്ങനെ 3 യാഥാർത്ഥ്യങ്ങളുണ്ടോ, അതോ ഇതെല്ലാം ചേർന്ന് ഒരു യാഥാർത്ഥ്യം മാത്രമേ ഉള്ളോ? ഇതാണ് തർക്കവിഷയം. അദ്വൈത സിദ്ധാന്തക്കാർ പറയും അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ബ്രഹ്മം, ഞാനല്ലാതെ മറ്റൊരു ബ്രഹ്മമില്ല, അല്ലെങ്കിൽ ബ്രഹ്മത്തിന്റെ ഭാഗമാണ് ഞാൻ ബ്രഹ്മമാകുന്നു. തത്വമസി എന്ന വാക്കിന്റെ അർത്ഥവും അതൊക്കെ തന്നെയാണ്. അതായത് അത് നീയാകുന്നു എന്നാണ് തത്വമസി എന്ന വാക്കിന്റെ അർത്ഥം. എന്ത് നീയാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്? ആ ബ്രഹ്മം നീയാകുന്നു. നീ ബ്രഹ്മത്തെ തേടി അലയേണ്ടതില്ല, കാരണം നീ തന്നെയാകുന്നു ബ്രഹ്മം. അത് തന്നെയാകുന്നു നീ. ബ്രഹ്മസത്യം ജഗന്മിഥ്യ, ബ്രഹ്മം മാത്രമാണ് സത്യമായിട്ടുള്ളത്, ഈ ലോകമെല്ലാം മിഥ്യയാണ്. അതാണ് അദ്വൈത സിദ്ധാന്തം. പരബ്രഹ്മം എന്ന് പറയുന്നത് കടലാണെന്ന് സങ്കല്പിച്ചാൽ ആ കടലിൽ നിന്നും ഒരു പാത്രത്തിൽ കോരിയെടുത്തതായ വെള്ളം, അതാണ് മനുഷ്യന്റെ ആത്മാവ്, ജീവാത്മാവ്. ആ പാത്രത്തിൽ ഇരിക്കുമ്പോൾ അതിന് വ്യക്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ആ പാത്രത്തിൽ നിന്നും വെള്ളം മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിക്കുവാൻ കഴിയും. അത് മരണവും പുനർജന്മവുമാണ്. അങ്ങനെ ഈ വെള്ളം പല പാത്രങ്ങളിലൂടെ കയറിയിറങ്ങുന്നു. അവസാനം ഈ വെള്ളം കടലിലെ വെള്ളത്തിലേക്ക് തിരികെ ഒഴിക്കുന്നു. അപ്പോൾ കടലിലെ വെള്ളവുമായി ഇത് ഒന്നായി ചേരുന്നു. അങ്ങനെ ആ വെള്ളത്തിനുള്ളതായ വ്യക്തിത്വം, അസ്തിത്വം നശിക്കുന്നു, കടലിലെ വെള്ളവുമായി ഒന്നായി ചേരുന്നു. അങ്ങനെ പരബ്രഹ്മവുമായി ഒന്നായി ചേരുന്ന അവസ്ഥ, ജനന മരണങ്ങളിൽ നിന്നുള്ള മോചനം, മുക്തി, അതാണ് മോക്ഷം. അദ്വൈത സിദ്ധാന്തമനുസരിച്ച് നാം മോക്ഷം പ്രാപിക്കുമ്പോൾ പരബ്രഹ്മത്തിൽ ലയിച്ചു ചേരും. പരബ്രഹ്മവും നമ്മളും ഒന്നായി ചേരും. പിന്നീട് നമുക്ക് വ്യക്തമായ സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഇല്ല. നാം ബ്രഹ്മത്തിന്റെ ഭാഗമാണ്. പണ്ടൊരിക്കൽ ബ്രഹ്മത്തിന്റെ ഭാഗമായിരുന്നു, ഇപ്പോൾ വ്യത്യാസമായി നിൽക്കുന്നു. ഭാവിയിൽ പരബ്രഹ്മത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യും. അതാണ് അദ്വൈത സിദ്ധാന്തം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മൽപ്രാണനും പരനും ഒന്നെന്ന് മനസ്സിലാക്കുവാനുള്ള ബുദ്ധി തരണമെന്ന് എഴുത്തച്ഛൻ പറയുന്നത്. എന്റെ പ്രാണനും പരനും ഒന്നാണ്. ആ പരമാത്മാവാകുന്ന കടലിൽ നിന്ന് ഒരു പാത്രത്തിൽ കോരിയെടുത്ത വെള്ളമാണ് ജീവാത്മാവാകുന്ന ഞാന്. അത് പല പാത്രങ്ങളിലൂടെ കയറിയിറങ്ങുന്നത് മരണവും പുനർജന്മവുമാണ്. ആ വെള്ളം പഴയതുപോലെ കടലിലേക്ക് തിരികെ ഒഴിക്കുമ്പോൾ അത് മോക്ഷമായി, മുക്തിയായി, ജനന മരണങ്ങളിൽ നിന്നുള്ള മോചനമായി, പരബ്രഹ്മവുമായി ഒന്നായി ലയിച്ചു ചേരുന്നു. അതോടെ നമ്മുടെ വ്യക്തിത്വം നശിക്കുന്നു. കംപ്ലീറ്റ് അനിഹിലേഷൻ ഓഫ് വൺ സെൽഫ്, അതാണ് മോക്ഷമെന്ന് പറയുന്നത്. ഇത് അദ്വൈത സിദ്ധാന്തം. എന്നാൽ വിശിഷ്ടാദ്വൈത സിദ്ധാന്തം ഇത് അംഗീകരിച്ചു തരികയില്ല. അവരുടെ വിശ്വാസമനുസരിച്ച് നാം മോചനം പ്രാപിക്കുമ്പോൾ, മോക്ഷം പ്രാപിക്കുമ്പോൾ, ജനന മരണങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കുമ്പോൾ പരബ്രഹ്മവുമായി നമ്മൾ ഒന്നായി ചേരുമെങ്കിലും അത് 100% ഒന്നാകുന്നില്ല. പരബ്രഹ്മം പരബ്രഹ്മമായിട്ടും നമ്മൾ നമ്മളായിട്ടും ഇരിക്കുന്നു. എന്നാൽ വലിയ അകലമില്ല എന്ന് മാത്രം. വിശിഷ്ടാദ്വൈതത്തിന്റെ സിദ്ധാന്തമനുസരിച്ച് പരബ്രഹ്മമാണ് സത്യം, എങ്കിലും ലോകമുണ്ട്, ജീവാത്മാവും ഉണ്ട്. എന്നാൽ ലോകവും ജീവാത്മാവും പരമാത്മാവും വ്യത്യസ്തമായിരിക്കുന്നു. പക്ഷേ ആ വ്യത്യാസം വളരെ ചെറിയതാണെന്ന് മാത്രം. അതാണ് വിശിഷ്ടാദ്വൈതത്തിന്റെ ചുരുക്കം. വിശദമായി പറയുവാൻ ഏറെയുണ്ടെങ്കിലും അവയൊന്നും ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. എന്നാൽ ദ്വൈത സിദ്ധാന്തം ഇതൊന്നും അംഗീകരിച്ചു തരികയില്ല. ദ്വൈത സിദ്ധാന്തം അനുസരിച്ച് പരബ്രഹ്മം സത്യമാണ്, ഈ ലോകം സത്യമാണ്, ജീവാത്മാവും സത്യമാണ്. ജനന മരണങ്ങളിൽ നിന്നും മോചനം പ്രാപിച്ചാലും ജീവാത്മാവ് പരമാത്മാവിൽ ലയിച്ചു ചേരുകയില്ല. ജീവാത്മാവ് ജീവാത്മാവായിട്ടിരിക്കും, പരമാത്മാവ് പരമാത്മാവായിട്ടിരിക്കും, ലോകം ലോകമായിട്ടും അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ ജീവാത്മാവ് സത്യമാണ്, പരമാത്മാവ് സത്യമാണ്, ഈ ലോകവും സത്യമാണ്. അപ്പോൾ ദ്വൈത സിദ്ധാന്തമാണ് ശരിയെങ്കിൽ ആ പരമാത്മാവുമായി ഒന്നായി ചേരാതെ ജനന മരണങ്ങളിൽ നിന്നുള്ള മോചനം മാത്രം പ്രാപിച്ച് നമ്മുടെ ആത്മാവ് വിശ്രമിക്കും എന്നാണ് ദ്വൈത സിദ്ധാന്തം പഠിപ്പിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസവുമായി അല്പമെങ്കിലും ബന്ധമുള്ള സിദ്ധാന്തം ഇത് മാത്രമാണ്. എന്നാൽ നേരിയ ബന്ധമേ ഉള്ളൂ എന്നുകൂടി എടുത്തു പറയട്ടെ. അങ്ങനെ ഹൈന്ദവ വിശ്വാസമനുസരിച്ച് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കലിൽ ജനന മരണങ്ങളിൽ നിന്നുള്ള മോചനം, മോക്ഷം, അതാണ് അവർ പഠിപ്പിക്കുന്നത്. ദ്വൈത സിദ്ധാന്തത്തിൽ പരമാത്മാവുമായി ഒന്നായി ചേരുന്നില്ല, വിശിഷ്ടാദ്വൈതത്തിലും ഒന്നായി ചേരുന്നില്ലെങ്കിലും
ഏതാണ്ട് ചേർന്ന അവസ്ഥയിലാണ്. അദ്വൈത സിദ്ധാന്തമനുസരിച്ച് ജീവാത്മാവും പരമാത്മാവും ഈ ലോകം തന്നെയും പരമാത്മാവിന്റെ ഭാഗങ്ങളാണ്. അത് പഴയതുപോലെ പരമാത്മാവിൽ ലയിച്ചു ചേരുകയും ചെയ്യും. മാത്രമല്ല, അദ്വൈത സിദ്ധാന്തമനുസരിച്ച് ഈ പരബ്രഹ്മം എന്ന് പറയുന്നത് നിർഗുണമാണ്. അത് നേതി നേതി എന്ന് മാത്രം പറയേണ്ടതാണ്. എന്നാൽ ദ്വൈത സിദ്ധാന്തത്തിൽ അങ്ങനെയല്ല. സഗുണ പരബ്രഹ്മത്തെയാണ് അവർ അവതരിപ്പിക്കുന്നത്. ഗുണമുള്ള പരബ്രഹ്മം അതൊരു വ്യക്തിയാണെന്ന് വേണമെങ്കിൽ പറയാം. ആ വ്യക്തി ഭൂമിയിൽ അവതരിക്കുന്നു. വാസ്തവത്തിൽ പരബ്രഹ്മം തന്നെയാണ് ശ്രീരാമനായും ശ്രീകൃഷ്ണനായും ഒക്കെ അവതരിച്ചത് എന്നവർ വിശ്വസിക്കുന്നു. മനുഷ്യനിൽ കുടികൊള്ളുന്ന ആത്മാവ് പരബ്രഹ്മത്തിന്റെ ഭാഗമാണെങ്കിലും മനുഷ്യനും അതുപോലെ ഉയരുവാൻ കഴിയും എന്നൊക്കെ അവർ പഠിപ്പിക്കുന്നു. അങ്ങനെ ദ്വൈത സിദ്ധാന്തം, അദ്വൈത സിദ്ധാന്തം, വിശിഷ്ടാദ്വൈത സിദ്ധാന്തം, ഇങ്ങനെ പ്രധാനമായി 3 തരത്തിലുള്ള സിദ്ധാന്തങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഈ ഉപനിഷത്തുക്കളുടെ കാലമായപ്പോഴേക്കും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെയുള്ളതായ വിശ്വാസങ്ങളും കടന്നു വന്നിരുന്നു. അതേപ്പറ്റി സ്വർഗം എന്താണ്, നരകം എന്താണ് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് തുടർന്നുള്ള ക്ലാസ്സിൽ നാം വിശദമായി പഠിക്കുന്നുണ്ട്. എങ്കിലും പറയട്ടെ, ബൈബിൾ പറയുന്നത് പോലെ ഒരു സ്വർഗമല്ല ഹിന്ദുമതത്തിലുള്ളതായ സ്വർഗം. സ്വർഗമെന്ന് പറയുന്നത് ദേവന്മാരുടെ ആവാസ കേന്ദ്രമാണ്, ദേവന്മാരുടെ രാജ്യമാണ്, ദേവന്മാരുടെ ലോകമാണ്. ഈ ഭൂമിയിൽ ചെയ്യുന്ന സൽപ്രവൃത്തികളുടെ ഫലമായിട്ട് കുറച്ചു കാലം ദേവലോകത്ത് കഴിയുവാൻ നമുക്ക് അവസരം ലഭിച്ചു എന്ന് വരാം. അങ്ങനെ കുറച്ചു കാലം ദേവലോകത്ത് കഴിയുമ്പോൾ നമ്മുടെ ആ സുഹൃതമൊക്കെ ക്ഷയിച്ചിട്ട് വീണ്ടും ഭൂമിയിൽ മനുഷ്യനായി ജനിക്കും. അതല്ല, പാപം ചെയ്തതിന്റെ പേരിൽ നരകത്തിലാണ് പോകുന്നതെങ്കിൽ കുറച്ചു കാലം അവിടെ ശിക്ഷയൊക്കെ അനുഭവിച്ചതിന് ശേഷം ആ നരകത്തിൽ നിന്ന് തിരിച്ച് വീണ്ടും ഭൂമിയിൽ വന്ന് ജനിക്കും. അതാണ് ഹിന്ദുമതത്തിലെ സ്വർഗവും നരകവും. ബൈബിളിലെ സ്വർഗം പോലെ അല്ലെങ്കിൽ ബൈബിളിലെ നരകം പോലെ അത് നിത്യമല്ല. കുറച്ചു കാലത്തേക്ക് സ്വർഗത്തിൽ പോയിട്ട് മടങ്ങി വരിക, അല്ലെങ്കിൽ കുറച്ചു കാലത്തേക്ക് നരകത്തിൽ പോയിട്ട് മടങ്ങി വരിക. ഇതാണ് ഹിന്ദുമതം പഠിപ്പിക്കുന്നത്. ഹിന്ദുമതത്തിൽ പറയുന്ന സ്വർഗത്തെക്കുറിച്ചും ഹിന്ദുമതത്തിൽ പറയുന്ന വിവിധ നരകങ്ങളെക്കുറിച്ചും അടുത്ത ക്ലാസ്സിൽ ഞാൻ വിശദമായി പഠിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഏതായാലും പലപ്പോഴും നാം പറയുന്നത് പോലെ മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത് എന്ന് നാം പാടുന്നത് പോലെ മോക്ഷമെന്ന് പറയുന്നത് ദൈവവചനം പഠിപ്പിക്കുന്ന, ബൈബിളിൽ പഠിപ്പിക്കുന്നതായ നിത്യരക്ഷയുമായി വലിയ ബന്ധമുള്ള കാര്യമല്ല എന്ന വസ്തുത നാം മറന്നു പോകരുത്. ജനന മരണങ്ങളിൽ നിന്നുള്ള മോചനമാണ് ഹിന്ദുമതത്തിലെ മോക്ഷം. അത് ക്രൈസ്തവ സഭ പഠിപ്പിക്കുന്ന രക്ഷയുമായി പുലബന്ധം പോലുമുള്ള കാര്യമല്ല. അതുകൊണ്ട് മോക്ഷത്തെക്കുറിച്ചോ മുക്തിയെക്കുറിച്ചോ പറയാതിരിക്കുക. പലരും തങ്ങളുടെ സംഘടനയ്ക്ക് മുക്തിയെന്നോ മോക്ഷമെന്നോ ഒക്കെ അർത്ഥം വരുന്നതായ വാക്കുകൾ ചേർത്ത് പേരിടാറുണ്ട്. വാസ്തവത്തിൽ ഹൈന്ദവർ പഠിപ്പിക്കുന്ന മോക്ഷവും മുക്തിയും ക്രൈസ്തവ വിശ്വാസ പ്രമാണങ്ങളുമായി ഒരു വിധത്തിലും യോജിക്കുന്നതല്ല. അതുകൊണ്ട് മുക്തിയെന്നും മോക്ഷമെന്നുമൊക്കെയുള്ള പേരുകൾ നമ്മുടെ പ്രസ്ഥാനങ്ങൾക്കിടുകയോ അല്ലെങ്കിൽ നാം പഠിപ്പിക്കുന്ന രക്ഷയ്ക്ക് ആ പേര് വിളിക്കുകയോ ചെയ്യുവാൻ പാടില്ല എന്നും കൂടെ സാന്ദർഭികമായി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. തുടർന്ന് വരുന്ന ക്ലാസുകളിൽ ദേവന്മാരാരാണ്, അസുരന്മാരാരാണ്, അപ്സരസുകള്, യക്ഷികള്, കിന്നരന്മാര്, അവരൊക്കെ ആരാണ്, ഈ ലോക സൃഷ്ടിയെക്കുറിച്ച് ഹിന്ദുമതം എന്ന് പറയുന്നു, സ്വർഗത്തെക്കുറിച്ച് എന്ന് പറയുന്നു, നരകത്തെക്കുറിച്ച് എന്ന് പറയുന്നു തുടങ്ങിയതായ വിശദാംശങ്ങളിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇവിടെ അതൊന്നും ആവർത്തിക്കുന്നില്ല. എന്നാൽ ഹിന്ദുമതം എങ്ങനെയുണ്ടായി, എങ്ങനെ വളർന്നു വന്നു എന്നതിന്റെ ചുരുക്ക കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നാം പഠിച്ചത്. മറ്റ് വിശദാംശങ്ങളൊക്കെയും അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.